പ്രിയപ്പെട്ടവരെ, നമസ്കാരം. രാജ്യത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, ആ വാർത്ത പുറത്തു വന്നിട്ട് നിങ്ങളാരെങ്കിലും അറിഞ്ഞു? കേരളത്തിലെ മാധ്യമങ്ങൾ പതിവ് പോലെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്ത മുക്കിയിട്ടുണ്ട്. സംഭവം എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഷിയ മുസ്ലിങ്ങളുടെ മുഹറം ഘോഷയാത്ര നടന്നു. ആ ഘോഷയാത്ര നമുക്കറിയാം, അവർ ശരീരത്തെ ചാട്ടവാറ് കൊണ്ടടിച്ചും കത്തി കൊണ്ട് വരഞ്ഞും ഒക്കെയാണ് ഈ ഘോഷയാത്ര നടക്കുന്നത്. ആ ഘോഷയാത്രയിൽ ഭയാസ് പ്രേംജി എന്ന് പറയുന്ന ഒരാൾ, അയാൾ ആ ഘോഷയാത്രയിലെ ആളുകൾക്ക് സൗജന്യമായിട്ട് വേദന സംഹാരിയാണെന്നും പറഞ്ഞിട്ട് ചില ഗുളികകൾ വിതരണം ചെയ്തു. ആ ഗുളികകൾ കഴിച്ച ചില ആളുകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ചിലർ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ സംശയം തോന്നിയിട്ട് പോലീസ് ഇടപെട്ട്, അവിടുത്തെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറഞ്ഞിട്ട് പോലീസ് ഇടപെട്ട് അവർ ഇത് പരിശോധിച്ച സമയത്ത് ഇയാളുടെ കയ്യിൽ ഏതാണ്ട് 15,000-ഓളം ഇത്തരം ഗുളികകളുണ്ട്. ഈ ഗുളിക എന്ന് പറയുന്നത് സിങ്ക് ഫോസ്ഫൈഡ് ചേർന്നിട്ടുള്ള ഗുളികയാണ്. ഇത് എലിവിഷത്തിൻ്റെ മൂലമായിട്ടുള്ള ഒരു ഇതാണ്, അത് ചേർന്നിട്ടുള്ള ഗുളികകളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഗുളിക 15,000 പേർക്ക് വിതരണം ചെയ്ത് ആ 15,000 പേരുടെ ജീവൻ നഷ്ടം സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇയാൾ ഈ കൃത്യം ചെയ്തതിന് ശേഷം ഒളിവിൽ പോയി എന്ന് കരുതുക. ആഗോളതലത്തിൽ എന്തായിരിക്കും ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തായിരിക്കും? അവർ പറയും ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സുരക്ഷയില്ല, 10,000-കണക്കിന് ന്യൂനപക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത്, പ്രതിയെ ഇതുവരെ പിടിക്കാനായിട്ടില്ല, ഇത് അനാസ്ഥയാണ്, മോദി സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വാർത്തകൾ ഇവിടെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കൃത്യമായിട്ട് മുംബൈ പോലീസ് ഇടപെട്ട് ഈ പ്രതിയെ പിടികൂടുകയും ഇയാളുടെ കയ്യിൽ നിന്ന് 15,000-ഓളം ഗുളികകൾ പിടികൂടുകയും എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നൊക്കെ ഇപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലോചിച്ചോ, ഈ വാർത്തയാണ് മലയാള മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ പതിവ് പോലെ മുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം ദേശീയ മാധ്യമങ്ങൾ സജീവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. നമസ്കാരം.